ആരും ആകട്ടെ, ഏതൊക്കെയോ നിലകളിൽ വളരെ സങ്കടമുള്ള, വിഷമമുള്ള, പാപമുള്ള ഒരു പ്രതിസന്ധിയിലൊക്കെ ആയിരുന്ന ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങൾ. ഈ അവസ്ഥയിലാണ് ദൈവം നിങ്ങളെ തൊടുന്നത്. ദൈവം തൊടുമ്പോഴാണ് നിന്റെ അവസ്ഥ മാറുന്നത്. അല്ലാതെ രോഗസുഖമായതിനു ശേഷം നല്ല ടിപ്പ് ടോപ്പിൽ നിന്നപ്പോഴല്ല യേശു തൊട്ടത്. ആരും തൊടാൻ ഇഷ്ടപ്പെടാത്ത സമയത്തും യേശു അവനെ ചേർത്ത് പിടിച്ചു. ഞാൻ ഇങ്ങനെയാ കാണുന്നത്, അവന്റെ വേദനയിലാണ് യേശു തൊട്ടത്. അവന്റെ ആവശ്യമാണ് യേശു കണ്ടത്. കേട്ടോ, അവനെ, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ വേദനയാണ് യേശു തൊട്ടത്. നിങ്ങളുടെ വേദന എന്താ? ശരീരത്തിലാണോ, വീട്ടിലാണോ, കുടുംബ ബന്ധങ്ങളിലാണോ, ശുശ്രൂഷയിലാണോ? എവിടെയാ വേദനിക്കുന്നത്? ആ വേദനയിലാണ് യേശു തൊടുന്നത്. സാമ്പത്തികത്തിന്റെ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന അവസ്ഥ, അവിടെ ദൈവം തൊടും. നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന, മറ്റൊരു വാക്ക് പറഞ്ഞാൽ, ഒരാൾ പറഞ്ഞ മുങ്ങുന്ന കപ്പലാണ് ഞാൻ. മുങ്ങുന്ന കപ്പൽ. ജീവിതത്തെ നോക്കിയിട്ട് ആ മനുഷ്യന് തോന്നി, മുങ്ങുന്ന കപ്പൽ പോലെ എൻ്റെ ജീവിതമെന്ന്. പക്ഷെ ആ ജീവിതത്തെ ആ ദൈവം ഇന്ന് തൊട്ട് അനുഗ്രഹമാക്കി മാറ്റുന്നത്, വിടുതലാക്കി കൊണ്ടുവരുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ പ്രാർത്ഥിച്ച, പ്രസംഗിച്ച ഈ വചനം നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവമായി മാറട്ടെ. ഇത് അനുഭവമാകട്ടെ. ഇത് നിങ്ങളുടെ ഡയറിയിൽ എഴുതാൻ കഴിയട്ടെ. ഇതുപോലൊരു അനുഭവം പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. ഇരിക്കാം. ഇതോട് ചേർന്ന് ചിന്തിക്കുന്ന വാക്കാണ്, യേശു ആ വ്യക്തിയുടെ ജീവിതത്തെ തൊട്ടതൊരു വിടുതലിന് കാരണമായി. അടുത്തൊരു വാക്കാണ് ഞാൻ വായിക്കുന്നത്, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം 40 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 40 മുതലുള്ള വാക്യങ്ങൾ. ഇതുപോലെ തന്നെ ചിന്തിക്കുന്നൊരു വാക്കാണ്. യേശു തിരിച്ചു വന്നപ്പോൾ ജനക്കൂട്ടം അവനെ സ്വാഗതം ചെയ്തു. കുറെ ആളുകൾ അവനെ വെൽക്കം ചെയ്ത് സംസാരിച്ചു, സ്വാഗതം ചെയ്തു. എല്ലാവരും അവനെ കാത്തിരിക്കുകയായിരുന്നു. ഒരുപാട് ജനങ്ങൾ ആ വരവ് കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ എല്ലാവരും പ്രതീക്ഷയോടെ ഇരിക്കുമ്പോൾ ഒരാളവിടെ വന്നു. അതാണ് അടുത്ത വാക്യം. അപ്പോൾ സിനഗോഗിലെ ഒരധികാരിയായ ജായിറോസ്. എഴുതിയിരിക്കുന്ന വാക്ക് കൂലിപ്പണിക്കാരനല്ല വന്നത്. സിനഗോഗിലെ ഒരു നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ അന്ന് യേശുവിൻ്റെ അടുത്ത് വന്നു. നമ്മളപ്പോൾ ഇങ്ങനെ ചിന്തിക്കാറില്ലേ, ഞാനൊക്കെ എന്തിനാ പ്രാർത്ഥിക്കാൻ പോകുന്നത്? ആരെങ്കിലും കണ്ടാൽ എന്നാ വിചാരിക്കും? ഞാനൊക്കെ ഇത്രയും നല്ല ജോലിയും വീടും കാറും ഉള്ള ആളാണ്, ഞാനെങ്ങനെ ഇങ്ങനെ ധ്യാനകേന്ദ്രത്തൊക്കെ പ്രാർത്ഥിച്ചാൽ എന്നെ അറിയുന്ന വ്യക്തി എന്നാ ചിന്തിക്കും? നിങ്ങൾ മാത്രമല്ല സുഹൃത്തുക്കളെ, അന്നത്തെ കാലത്ത് സിനഗോഗിലെ ഒരധികാരി, ഒരു നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ അന്നത്തെ കാലത്ത് യേശുവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. എഴുതിയിരിക്കുന്ന വാക്ക് അങ്ങനെയാണ്. ഒരുപാട് ജനങ്ങളുള്ളപ്പോൾ ആരും ഒളിച്ചും പാത്തും അല്ല സിനഗോഗിലെ അധികാരി വന്നത്. സിനഗോഗിലെ അധികാരി എന്തിനാ വന്നതെന്ന് പറയാം. എഴുതിയിരിക്കുന്ന വാക്ക് ഒന്നും കൂടെ വായിക്കുകയാണ്. അപ്പോൾ സിനഗോഗിലെ ഒരധികാരിയായ, ഒരു പൊസിഷനിൽ ഇരിക്കുന്ന, ഒരു നല്ല ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, ഒരു അധികാരിയായ ജായിറോസ് യേശുവിന്റെ കാൽക്കൽ വീണ്. നമ്മളാണെങ്കിൽ വീഴുമോ? നമ്മൾ അത്രയും പൊസിഷൻ ഒക്കെ ഉള്ള ആളാ, വീടും കാറും ഒക്കെ ഉള്ള ആളാ. നമ്മൾ അത്രയൊന്നും താഴാൻ നിൽക്കത്തില്ല. നമ്മളൊക്കെ ഒരു നോർമലായി വന്ന് സാധാരണ പോലെ കസേരയിലൊക്കെ ഇരുന്ന് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് പോകും. അത്രയും ജനക്കൂട്ടം നിൽക്കുമ്പം അദ്ദേഹത്തിൻ്റെ പൊസിഷൻ നോക്കാതെ അയാൾ കമഴ്ന്ന് കിടക്കുന്നു. ഇപ്പോൾ ആരുടെ മുമ്പിൽ? യേശുവിൻ്റെ മുമ്പിൽ. അങ്ങനെ എഴുതിയിരിക്കുന്നത്, അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഒന്നുകൂടെ വായിച്ചേ. ജായിറോസ് കാൽക്കൽ വീണു. പുള്ളി യേശുവിൻ്റെ കാലിൽ വീണു, മുട്ടുകുത്തിന്നല്ല, അവിടെ കിടന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? തന്റെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് അപേക്ഷിച്ചു. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ദൈവത്തിന്റെ വചനം അകത്ത് കയറുമ്പോൾ അകത്തുള്ള പ്രശ്നം പരിഹരിക്കുമെന്ന്. ഇത് ദൈവത്തെ ഒരു സിനഗോഗ് അധികാരി പറയാണ്, എൻ്റെ വീട്ടിൽ വരണം. നോർമലായി ഒരു കത്ത് കൊടുത്താൽ പോരെ? സമയമുള്ളപ്പോൾ എൻ്റെ വീട്ടിലൊന്ന് വരണം കേട്ടോ, ഇന്ന സ്ഥലത്താണ് എൻ്റെ വീട്, അതിലെങ്ങാനും പോകുമ്പോൾ ഒന്ന് വീട്ടിൽ കയറണമെന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെയല്ല. ആരും ക്ഷണിക്കാത്ത വിധത്തിലാണ് ക്ഷണിച്ചത്. നേരെ കമഴ്ന്ന് കിടന്നു അവിടെ. എന്നിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ വരണമെന്ന് അപേക്ഷിച്ചു. ഇയാൾ അധികാരിയല്ലേ? വേറെ 2 പേരെ വിട്ടാൽ പോരായിരുന്നു? താഴെ ജോലി ചെയ്യുന്ന 2 പേരെ വിട്ടിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞാൽ പോരെ? യേശുവോട്, ഞാൻ ഇന്ന സ്ഥലത്തെ അധികാരിയാണ്, ഞാൻ ഒരു പൊസിഷൻ ഇരിക്കുന്ന ആളാണ്, ഞാൻ ഇന്ന ആളാണ്, ഇതിലെങ്ങാനും പോകുമ്പോൾ എൻ്റെ വീട്ടിലൊന്ന് വരണമെന്ന് ഒരു ഇൻഫർമേഷൻ കൊടുത്താൽ പോരെ? ഈ വിളി പ്രത്യേക രീതിയിലാണ്. നിലത്ത് കമഴ്ന്ന് കിടന്ന്
യേശുവിനോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ വരണം. അപ്പൊ വീട്ടിൽ എന്തോ വിഷയമുണ്ട്. അതാണ് അടുത്ത വാക്യം. 12 വയസ്സോളം പ്രായമുള്ള 12 വയസ്സായ ഒരു പെൺകുട്ടി എനിക്കുണ്ട്. അപ്പൊ മക്കളുമായി ബന്ധപ്പെട്ട വിഷയമാണിത്. തൻ്റെ മകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് പുള്ളി ഇങ്ങനെ വന്നിരിക്കുന്നത്. എന്തോ കാരണമുണ്ട്. കാരണം എഴുതിയിരിക്കുന്നത് വായിച്ചേ. അവന്റെ ഏകപുത്രി ആസന്ന അപ്പോ മരണയായിരുന്നു. ഈ സിനഗോഗ് അധികാരി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഈ വ്യക്തിയുടെ ഏക പെൺകുട്ടി, ഏക മകൾ രോഗമായി മരിക്കാറായി, അവസാന സ്റ്റേജിൽ, നമ്മൾ പറയില്ലേ, വളരെ ക്രിട്ടിക്കലായിട്ട് കിടക്കുവാണ്. വെരി സീരിയസ് ആണ്. ഡോക്ടറിനെ അറിയിക്കേണ്ടവരോട് അറിയിക്കാനൊക്കെയാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥയിൽ കൊച്ചിനെ കണ്ടിട്ട് ഈ മനുഷ്യൻ യേശുവിൻ്റെ അടുത്ത് വന്ന് കാലിൽ വീണ് കിടന്ന് ചോദിച്ചു, എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന്. അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവരുണ്ടോ? അങ്ങനെയൊന്നും പ്രാർത്ഥിക്കുന്നവരില്ല. ഒരു കടലാസിൽ എഴുതി ഒരു നിയോഗം വെച്ചതേ ഉള്ളൂ. ഇത്ര കാര്യമായിട്ട് ആരാ പ്രാർത്ഥിക്കുന്നുള്ളവര്? ഇങ്ങനെ കാര്യമായിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് എത്ര പേർക്ക് അറിയാം? പ്രാർത്ഥനയെക്കുറിച്ച് ഡോക്ടറേറ്റ് എടുത്ത ഒരാൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയുമോ? പ്രാർത്ഥനയെക്കുറിച്ച് പ്രബന്ധം എഴുതി മീറ്റിങ്ങിൽ അവതരിപ്പിച്ച, അതിൻ്റെ പേരിൽ വലിയ വലിയ അവാർഡ് കിട്ടിയ മനുഷ്യനറിയാമോ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ? ഈ വ്യക്തിയോട് ഇനി ഏതെങ്കിലും ധ്യാനകേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോഴാണോ ഈ ജ്ഞാനം കിട്ടിയത്? ഈ മനുഷ്യൻ്റെ അവസ്ഥയിൽ ഈ മനുഷ്യൻ അവിടെ നിൽക്കുന്ന ആൾക്കാരെ ഒക്കെ മറന്നിട്ട് തൻ്റെ പൊസിഷനും മറന്ന് ആ മനുഷ്യൻ യേശുവിനോട് ചോദിച്ചു, എനിക്കൊരു മകളുണ്ട്, മരിക്കാറായി കിടക്കുവാണ്, വളരെ സീരിയസ് ആണ്, ഒറ്റ മോളേ ഉള്ളൂ, എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിൽക്കുക ഒത്തിരി ആളുണ്ട്. 49-ാമത്തെ വാക്യം. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അപ്പൊ ഇതുവരെയായിട്ടും പോയിട്ടില്ല. ആ സീനൊന്ന് കാണണം കേട്ടോ. ഇത്രയും നേരം ഇപ്പം ഞാൻ മുമ്പേ വായിച്ചു നിർത്തിയത് 42-ാമത്തെ വാക്യം. 43, 44, 45, 46, 47, 48 വാക്യങ്ങൾ ഞാൻ വായിച്ചിട്ടില്ല. അത് സെപ്പറേറ്റ് പാരഗ്രാഫിൽ എഴുതിയിരിക്കുകയാണ്. ഈ സിനഗോഗ് അധികാരി കമിഴ്ന്ന് കിടന്ന് വിളിച്ചപ്പം ഇത്രയും സമയത്ത് യേശു പോയിട്ടില്ല. അത് എഴുതിയിരിക്കും 49-ാമത്തെ വാക്യം. അവൻ അവിടെ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സിനഗോഗ് അധികാരിയുടെ, അപ്പൊ സിനഗോഗ് അധികാരി എവിടെയുണ്ട്? യേശുവിന്റെ അടുത്തുണ്ട്. സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നു. വീട്ടിൽ എല്ലാവർക്കും അറിയാം ഈ പുള്ളി ഇപ്പൊ പ്രാർത്ഥിക്കാനായി പോയിരിക്കുകയാണ് എന്നറിയാം. ഉടനെ അന്വേഷിച്ചു വന്നു. ഒരാൾ വന്നിട്ട് എന്നാ പറഞ്ഞത്? നിന്റെ മകൾ മരിച്ചുപോയി. നിന്റെ മകൾ. ഒരു എന്തിനാണോ വന്നത് ആ പ്രതീക്ഷ അവസാനിച്ചു അവിടെ. ആ സിനഗോഗ് അധികാരി, നമ്മളാണ് ഒരാൾ മരിച്ചുപോയ വിവരം പെട്ടെന്നൊന്നും പറയത്തില്ല. സീരിയസ് ആണ് കേട്ടോ, ഒന്ന് വരണം കേട്ടോ എന്നേ പറയുള്ളൂ. സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് വന്ന ആള് പറഞ്ഞു, കൊച്ചു മരിച്ചു കേട്ടോ, കൊച്ചു മരിച്ചുപോയി, ഇനി പ്രാർത്ഥിക്കണ്ട എന്നാ പറഞ്ഞത്. അതാ അടുത്ത വാക്യം. ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട. ഇനിയും പ്രാർത്ഥിക്കൊന്നും വേണ്ട. നമ്മളോട് നിങ്ങൾ എങ്ങനെയും ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും വലിയ പ്രശ്നമല്ലേ നിനക്കുള്ളത്, ഇനി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല കേട്ടോ. അതാ വന്നയാൾ പറഞ്ഞത്, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന്, ഇനി വലിയ പ്രാർത്ഥിക്കേണ്ടെന്നാ പറഞ്ഞത്, ഇനി നീ എൻ്റെ പാട്ടും കൂത്തും ഒക്കെ നിർത്താനാ പറഞ്ഞത്. പറ്റുവാണെങ്കിൽ അത് ഇന്ന് തന്നെ നിർത്താനാ പുള്ളിയോട് പറഞ്ഞത്. കൊച്ചു മരിച്ചുപോയി എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ കൊച്ചു മരിച്ചു എന്ന് തന്നെയാ യേശു കേട്ടതും. കൊച്ചു മരിച്ചു എന്ന് കേട്ടപ്പോൾ യേശു പറഞ്ഞത് എന്നാ നോക്കൂ. യേശു ഇത് കേട്ടു പറഞ്ഞു. യേശു ഇത് കേട്ടു. ഏത് കേട്ടു? ഇത് കേട്ടു. ഇങ്ങനെ പലതും കേട്ടതല്ലേ നമ്മൾ ഡൗൺ ആയി പോകാൻ കാരണം? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നമ്മളെ നോക്കിയിട്ട് അവർ ഇത് പറഞ്ഞ് നമ്മുടെ ചെവി കേട്ടതാ നമുക്ക് ഇന്നും മറക്കാത്ത വേദന. നീ ഒരു കഴകത്തില്ലാത്തവനാന്ന് ആ വ്യക്തി നിന്നോട് പറഞ്ഞതാ നിന്റെ മനസ്സിലെ ഇപ്പോഴത്തെ വേദന. നിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല, നിനക്ക് ഏതോ ശാപം കിടപ്പുണ്ടെന്ന് അപ്പുറത്തെ മനുഷ്യൻ നിന്നോട് പറഞ്ഞതാ. നിന്റെ ചെവിയിലത് നീ കേട്ടു. അതാ നിനക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നാത്തത്. നിനക്ക് ദേഷ്യം, വിഷമം, എന്തൊക്കെ നീ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. കഴിവില്ലാത്തവനാണ്, ഒരു തൻ്റെ ഇടമില്ലാത്തവനാണ്, നീ ഒരു ഭാഗ്യമില്ലാത്തവനാണ്, നിന്റെ മേലെന്തോ ശാപമുണ്ട്, നീ ഉണ്ടായ പിന്നെയാ വീടിങ്ങനെ ആയത്, നിന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതോടുകൂടിയാണ് എൻ്റെ പ്രശ്നം ആരംഭിച്ചത്, ഞാൻ ഈ വീട് പണി തുടങ്ങിയ പിന്നെ എൻ്റെ നഷ്ടമെല്ലാം ഉണ്ടായത്. ആ പുള്ളി പറഞ്ഞ് ഇങ്ങനെ എന്തെല്ലാം കേട്ടു. യേശു ഇത് കേട്ടു. എന്തേലും കേട്ടിട്ട് ഡൗൺ ആയിട്ടിരിക്കരുത്, അതല്ല വേദവാക്യം. യേശുവിന് ചില കാര്യം പറയാനുണ്ട്, അതാണ് താഴെ എഴുതിയിരിക്കുന്നത്. യേശു പറഞ്ഞു, ഇത് കേട്ടിട്ട് ഏതൊക്കെയോ കേട്ടിട്ട് വിഷമിച്ചിരിക്കുന്ന ആരൊക്കെയോ ഇതിനകത്തുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിത പങ്കാളി നിന്നോട് പറഞ്ഞത് നിന്റെ ചെവിക്കകത്ത് ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അത് ഓർത്തു. ജീവിത പങ്കാളി നിന്നോട് പറഞ്ഞ വാക്ക് നിന്റെ മനസ്സിനെ ഇപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഒരപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ നിന്നോട് പറഞ്ഞ വാക്ക്, ഒരു അധികാരി എന്ന നിലയിൽ നിന്നോട് പറഞ്ഞ വാക്ക്, നിനക്കിന്നും അത് മനസ്സിൽ നിങ്ങൾ പോയിട്ടില്ല. അതാ നമ്മൾക്കൊക്കെ ചില മുറിവുകൾ ഉണ്ടാക്കുന്നത്. എന്നാ വന്ന് പറഞ്ഞത്? കൊച്ചു സുഖമായി എന്നല്ല പറഞ്ഞത്, കൊച്ചു മരിച്ചു എന്നാ പറഞ്ഞത്. ഓ, ഞാൻ ഇത്രയും കമിഴ്ന്ന് കിടന്നിട്ടും നെഗറ്റീവാണല്ലോ ഉണ്ടായത്. അപ്പോൾ യേശു പറഞ്ഞ വാക്ക്, അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. അടുത്ത വാക്യം, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇനി എങ്ങോട്ട് വിശ്വസിക്കാനാണ്? നമ്മളാണ് ചോദിക്കില്ലേ, ഇനി എങ്ങോട്ട് പ്രാർത്ഥിക്കാനാന്നാ നിങ്ങൾ പറയുന്നത്? ഇനി എങ്ങോട്ടാണ് ഞാൻ വിശ്വസിക്കേണ്ടത്? നിങ്ങളും ചിന്തിക്കില്ലേ, ഇനി നിങ്ങളുടെ വീട്ടിൽ ചിലർ പറഞ്ഞു ഒരു ധ്യാനത്തിന് വാടാ, ഒന്ന് പ്രാർത്ഥിക്കാൻ വാടാ, ഇന്ന സ്ഥലത്ത് വാ. ഇനി എങ്ങോട്ടാണ് അമ്മ പ്രാർത്ഥിക്കാൻ പോകേണ്ടത്? ഇനി എന്ത് വിശ്വസിക്കണമെന്നാ പറയുന്നത്? അമ്മ ഇത്രയും നാളായിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടായോ? ഇത് തന്നെയാണ് നമുക്ക് തോന്നും. യേശു പറഞ്ഞു, നീ ഇത് കേട്ടിട്ട് ഡൗൺ ആകരുത്, നീ വിശ്വസിക്ക്, നീ ഇത് വിശ്വസിക്ക്. എന്താ വിശ്വസിക്കേണ്ടത്? ഇനി എങ്ങോട്ട് വിശ്വസിക്കാൻ? എന്താ വിശ്വസിക്കേണ്ടത്? അവൾ സുഖം പ്രാപിക്കും. അതാ വിശ്വസിക്കേണ്ടത്. മരിച്ചുപോയി എന്ന് പറഞ്ഞത് വെറുതെ ഓടി ഒരു തോന്നലിൽ ഓരും വിളിച്ചു പറഞ്ഞതല്ല. മരിച്ചുപോയി എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്തു. ഹൃദയമിടിപ്പ് നിന്നു, എല്ലാ പ്രവർത്തനവും നിന്നു, ആളുടെ ശരീരം തണുത്തു, മരിച്ചു. അതാ മരിച്ചതിന്റെ അടയാളം. ഇത് കണ്ടിട്ട് ആ മനുഷ്യൻ ഓടി വന്നത്. ഇതാണ് യേശുവും കേട്ടത്. പക്ഷെ യേശു പറഞ്ഞു, മരിച്ചെന്ന് പറഞ്ഞാലും മരവിച്ചെന്ന് പറഞ്ഞാലും ഇനി അതിന് ശവസംസ്കാരമേ ഉള്ളൂ എന്ന് അവസാന വിധി എഴുതിയാലും യേശു പറഞ്ഞു, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ സുഖം പ്രാപിക്കും. അതിന്റെ പേരാണ് വിശ്വാസം. ഇനി ആ വീട്ടിൽ നിന്ന് ഒരാൾ ഓടി വന്ന് പറഞ്ഞു, ആ കൊച്ചു മരിച്ചു പോയി എന്ന് കേട്ടപ്പോ, ആ കൊച്ചു മരിച്ചു പോയോന്ന് അലറിക്കരഞ്ഞങ്ങ് ഓടിയായിരുന്നെങ്കിലോ? ആ മനുഷ്യൻ കൊച്ചു മരിച്ചു എന്ന് കേട്ടപ്പോഴും അലറിക്കാറി ഓടിയില്ല. യേശു പറയുന്ന വാക്ക് കേട്ടു, അലറിക്കാറി പോകാൻ വരട്ടെ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചിന്തയായിട്ട് ഇറങ്ങിപ്പോകാൻ വരട്ടെ. യേശുവിന് നിന്നോട് പറയാൻ സാധിക്കുന്നുണ്ട് ഒരു കാര്യമുണ്ട്. നീ പറഞ്ഞു ഇത് മരിച്ചു, ഇത് മരവിച്ചു, ഇത് ഇനി ഒന്നിനും കൊള്ളത്തില്ല, എൻ്റെ അവസാനത്തെ സ്റ്റേജാണിത്, ഇനി എനിക്കൊരു നല്ല ഭാവി എൻ്റെ മുമ്പിലില്ല, എനിക്കൊരു നല്ല ജീവിതമില്ല, എൻ്റെ എല്ലാം അവസാനിച്ചു. യേശു പറയുന്നു, അവസാനിച്ചു എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുകൊണ്ട് യേശു നിന്നോട് പറയുന്നു, സൗഖ്യം പ്രാപിക്കും, ഒരു വിടുതലുണ്ട്, ഒരു നല്ല ജീവിതമുണ്ട്, നീ വിജയിക്കും, നിന്റെ ഭാവി മനോഹരമാണ്, നിനക്കൊരു നല്ല ജീവിതത്തിലേക്ക് ദൈവം കൈപിടിച്ച് ഉയർത്താനുണ്ട്. അത് കേട്ടിട്ടേ പോകാവുള്ളൂ. അപ്പുറത്തെ ഓടി വന്ന ഒരു മനുഷ്യൻ പറഞ്ഞത് കേട്ടിട്ട് പോകാൻ വരട്ടെ, അങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ ഞാനിവിടെ ഉണ്ടാവില്ലായിരുന്നു. പലരും പലതും പറഞ്ഞപ്പോൾ ഞാൻ ഡൗൺ ആയിരുന്നെങ്കിൽ ഞാനിവിടെ നിൽക്കത്തില്ലായിരുന്നു. ഞാൻ ഇവിടെ നിൽക്കാൻ യോഗ്യനല്ല അങ്ങനെയാണെങ്കിൽ. പക്ഷെ അവര് പറഞ്ഞത് ഞാൻ കേട്ടു, പക്ഷെ ദൈവം എന്നോട് പറഞ്ഞത് ഞാൻ കേട്ടതാണ് എന്റെ വിജയം. നാട്ടുകാർ പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു, സ്കൂളുകാർ പറഞ്ഞു, കോളേജുകാർ പറഞ്ഞു, ജോലി കിട്ടത്തില്ല, വിജയിക്കത്തില്ല, നിർത്തിക്കോ. അവരൊക്കെ പറഞ്ഞത് കേട്ടിട്ട് പുതപ്പ് മൂടി അകത്തിരുന്ന് കരയാനാ പ്ലാനെങ്കിൽ പൊക്കോ, പോയി കരയുക. അല്ല, ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, അങ്ങനെ ഡൗൺ ആയി സൈക്കോളജിസ്റ്റിനെ കാണുക, മരുന്ന് കഴിക്കുന്ന നല്ലത്. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നിനക്ക് ഇതിനപ്പുറത്തൊരു വിടുതൽ ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കണം. അവിടെയാണ് നിന്റെ ജീവിതം അനുഗ്രഹമായി മാറുന്നത്. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. അവൻ വീട്ടിലെത്തിയപ്പോൾ തന്നോടുകൂടി അകത്തു പ്രവേശിക്കാൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും പെൺകുട്ടിയുടെ പിതാവിനെയും മാതാവിനെയും അല്ലാതെ മറ്റാരെയും അനുവദിച്ചില്ല. അപ്പൊ അതിന് മുമ്പ് എഴുതിയിട്ടുണ്ട്, ഈ മനുഷ്യൻ യേശുവിൻ്റെ കാൽക്കൽ വീണ ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്ത്? എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന്. ആ അപേക്ഷ ആര് ശരിവച്ചു? ഇപ്പം ആ മനുഷ്യൻ്റെ കൂടെ ആ വീട്ടിൽ കയറി ചെന്നത് ആരാ? ആ മനുഷ്യൻ തിരിച്ചു പോയപ്പോൾ ആ മനുഷ്യൻ ഇങ്ങോട്ട് വന്ന് ഒറ്റയ്ക്കാ. തിരിച്ചു പോയപ്പം ആ മനുഷ്യൻ്റെ കൂടെ യേശുവും ആ കൂടെ അങ്ങ് നടന്നു. നിങ്ങളിത് വിശ്വസിക്കണം. ഇത് അന്ന് നടന്ന ഒറ്റപ്പെട്ട സംഭവമല്ല. ഞാൻ വിശ്വസിക്കുകയാണ്, ഞാൻ പ്രാർത്ഥനയോടെ ആ വീട്ടിൽ കയറി ചെല്ലുമ്പം എൻ്റെ കൂടെ ദൈവവും ആ വീട്ടിൽ കയറി ചെല്ലും. ഞാൻ ഈ മനുഷ്യൻ്റെ തലയിൽ കൈവച്ച് ഒരു സെക്കൻഡ് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവവും ആ വ്യക്തിയുടെ തലയിൽ കൈവയ്ക്കും. ആ മനുഷ്യനോട് നീ രക്ഷപ്പെടുമെന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ ശബ്ദം ദൈവം ഉപയോഗിച്ച് ആ വ്യക്തിനെ കേൾപ്പിച്ചതാണ്. നിന്റെ കടബാധ്യത മാറുമെന്ന് എൻ്റെ സ്വരമാണ് നിങ്ങൾ കേട്ടേലും അത് ദൈവസ്വരം, എൻ്റെ സ്വരം ഉപയോഗിച്ചതാണ്. യേശു അവന്റെ വീട്ടിൽ കയറി ചെന്നു. ഇനി എന്നെ നടന്നെന്ന് എഴുതിയിട്ടുണ്ട്. അടുത്ത വാക്യം, എല്ലാവരും കരയുകയും അവളെക്കുറിച്ച് വിലപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. നോർമൽ ഏത് മരിച്ച വീട്ടിലും സംഭവിക്കുന്ന കാര്യം തന്നെ അവിടെ നടന്നു. കരയുകയും ചെയ്തുകൊണ്ടിരുന്നു, വിലപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. നമ്മളിവിടെ ഒരു മരണത്തിന്റെ മുമ്പിലായിരിക്കില്ല കരയുന്നത്.
നിങ്ങൾ എന്തിൻ്റെ മുമ്പിലാണ് കരയുന്നത്? ഇവിടെ ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആരുടെ മുമ്പിലെന്നറിയോ? മരിച്ചു കിടക്കുന്ന ഒരു 10-12 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ ശരീരം പെട്ടിക്കകത്തിരിപ്പുണ്ട്. അതിൻ്റെ ഇപ്പുറത്തിരുന്ന് ഇവർ കരയുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ ഒരു മൃതശരീരത്തിന് മുമ്പിൽ ഇന്നല്ല കരയുന്നത്. ഇന്ന് അതുപോലെ നിൽക്കുന്ന കുറേ സാഹചര്യമുണ്ട്. ഞാൻ നോക്കുമ്പോഴേ കാണുന്നത് ഒരു പ്രതീക്ഷയ്ക്ക് ഇനി വകയില്ലാത്ത കുറേ സാഹചര്യം. അതിനെ നോക്കിയിട്ടാണ് ഇന്ന് ഞാൻ കരയുകയും വിലപിക്കുകയും ചെയ്യുന്നത്. ആ എന്തിനെ ഓർത്താണോ കരഞ്ഞത്, ആ വിഷയത്തിലാണ് ദൈവം ഇടപെട്ടത്. നോക്കിക്കോ, അടുത്ത വാക്യം നോക്കിക്കോ, തീർന്നിട്ടില്ല. അവൻ പറഞ്ഞു, കരയേണ്ട, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അടുത്ത വാക്യം എന്നാൽ 54-ാമത്തെ വാക്യമാണ് പ്രധാനപ്പെട്ടത്. അവൻ അവളുടെ കൈക്ക് പിടിച്ച് നോക്കൂ, അവളെ യേശു അവിടെ ചെന്ന് ഏതു കാര്യത്തിലാണോ അവർ കരഞ്ഞത്, വിഷമിച്ചത്, ആ വിഷയത്തെ ഇപ്പൊ ആര് തൊട്ടു? എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, അവൻ ആ വീട്ടിൽ ചെന്ന് അവളുടെ കൈക്ക് പിടിച്ച് അവളെ വിളിച്ചു പറഞ്ഞു, എഴുന്നേൽക്ക്. അത് അതിന്റെ പ്രോസസ് നോക്കിക്കേ. ചുമ്മാ എഴുന്നേക്കെന്ന് പറഞ്ഞൊരു മാജിക് അല്ല. കൈകളിൽ ആ കരങ്ങൾ, ആ തണുത്ത് മരച്ചു കിടന്ന കരത്തെ യേശു പിടിച്ചു. ഞാനത് ആ കരം അവിടെ നിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, ഇന്ന് യേശു കൈ നീട്ടി പിടിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും തകർന്നു എന്ന് പറഞ്ഞ നിയോഗത്തെയാണ്, ആ ജീവിതത്തെയാണ്. ഇങ്ങനെ കൈ നീട്ടി അത് ഇന്ന് തണുത്തും മരച്ച് കിടക്കുകയാണ്. പലരും പറഞ്ഞിട്ട് എൻ്റെ ചെവികളിലുണ്ട് ഇത് ശരിയാകത്തില്ലെന്ന്. പക്ഷെ യേശു കൈ നീട്ടി അവിടെ. ഞാൻ അത്ര വലിയൊരു വിടുതലുണ്ടാകാൻ കാരണം ആരാണ്? അത്രയും വലിയൊരു വിടുതൽ ആ വീട്ടിൽ നടക്കാൻ കാരണക്കാരനാരാ? യേശുവാണ്. യേശു ഇന്ന് ആ വീട്ടിൽ വരാൻ കാരണം ആരാണ്? സിനഗോഗ് അധികാരി കൊച്ചു വീട്ടിൽ ക്രിട്ടിക്കലായിട്ട് കിടക്കുമ്പോഴും ആ മനുഷ്യൻ അവിടെ നിന്ന് ആ കൊച്ചിനെ അവിടെ നിർത്തിക്കൊണ്ട് ഓടി ഒരു യേശുവിൻ്റെ അടുത്ത് വന്ന് കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ വീട്ടിൽ വരാവോ എന്ന് ചോദിച്ചു. ആ വരവല്ലേ ഇന്ന് ആ വീടിൻ്റെ വിടുതലായി മാറിയത്? ആണോ? ഇതുപോലെ ഓരോ കുടുംബത്തിൻ്റെ അപ്പനും അമ്മയും സഹോദരനൊക്കെ ഇരിക്കുന്നത്. ഓരോ കുടുംബത്തിൽ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത്, നിലത്തും കസേരയിൽ കൂടെ ഒക്കെ. നിങ്ങളൊക്കെ വീട്ടിൽ പല ജോലികളും പല തിരക്കും ഉണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് ഒരു സെക്കൻഡ് ഓടി വന്നതാവോ. ഇല്ലാത്ത പൈസയും വായ്പ മേടിച്ചിട്ട് വരെ വന്നവരുണ്ട്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് വണ്ടിക്കൂലി മേടിച്ച് നാളെ തരാൻ കേട്ടോ എന്ന് പറഞ്ഞ് 100 രൂപ തന്നേ എന്നും പറഞ്ഞ് ഓടി വന്നവരുണ്ട് ഇവിടെ. എന്നിട്ട് ഇവിടെ വന്ന് നിങ്ങൾ വിശ്വസിക്കരുത്, നിങ്ങൾ ഈ കണ്ണുനീരോടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച വിഷയമാണ് നാളെ ദൈവം നിങ്ങളുടെ ആ വിഷയമാണ് യേശു തൊടുന്നത്. ആ കര എന്തിനെ ഓർത്താണോ വിഷമിച്ചത് അതിന്മേല യേശു പിടിക്കുന്നത്. ചേർത്ത് പിടിച്ചു. ഹല്ലേലൂയ. എന്തു നടന്നു എഴുതിയിട്ടുണ്ട്? അപ്പോൾ അവളുടെ ജീവൻ തിരിച്ചു വന്നു. നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് എഴുതിയിട്ടുണ്ട്, തിരിച്ചു വന്നു. ഇനി ശരിയാകില്ല എന്ന് ചെവികളിൽ കേട്ട കാര്യമായി ഇപ്പൊ തിരിച്ചു വന്നത്. പറഞ്ഞു ഹല്ലേലൂയ. ഇതുപോലെ ദൈവം എന്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഒന്നുറക്കെ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു, ശരിയാകത്തില്ല, ഇനി ശരിയാകും തോന്നില്ല എന്നും പറഞ്ഞു കരഞ്ഞോണ്ടിരുന്നായിരുന്നെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ലായിരുന്നു. പക്ഷെ ആ വീട്ടിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പ്രശ്നത്തെ അല്ല അവിടെ വലുതായി കണ്ടത്, പ്രശ്നം പരിഹരിക്കാൻ കഴിവുള്ളവനെ വലുതായി കണ്ടത് കൊണ്ടല്ലേ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അവിടെ വന്ന് നിന്നതല്ലേ ഇപ്പോൾ ആ വീട്ടിൽ യേശു ചെല്ലാൻ കാരണം. യേശു അവിടെ ചെന്ന് ആ വിഷയത്തിൽ ഇടപെട്ടതല്ലേ ആ പ്രശ്നം പരിഹരിക്കപ്പെടാൻ കാരണം. ഇത് ഇന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കും, ഇന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കും, ഇന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കും. നിങ്ങൾ വിശ്വസിക്കണം. ഇന്ന് നിങ്ങൾ ഈ ധ്യാനമെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പം വീട്ടിൽ ചെന്ന പാടെ ഒരു ബഹളം വെച്ച് ആ ഉള്ള അനുഗ്രഹം കളയരുത്. വീട്ടിലേക്ക് ചെന്ന് ഒരു ഇഷ്ടക്കേട് കണ്ടു, അവിടെ ഒരു വിഷയം കണ്ടു, അന്നേരം 2 ചീത്ത പറഞ്ഞ് 2 വഴക്കുണ്ടായി. ഇവിടെ നിന്ന് മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു കിട്ടിയ അനുഗ്രഹം ആ വാക്കേ തീർന്നു. നിങ്ങൾ ആ അനുഗ്രഹത്തെ ആ വീട്ടിലെത്തിക്കണം, അവിടെ എത്തിച്ചു നിർത്തണം. ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ കൂടെ ഞാൻ മാത്രമല്ല, ഞാൻ കേട്ട ദൈവത്തിൻ്റെ വചനവും അനുഗ്രഹവും എൻ്റെ കൂടെ വരും. സിനഗോഗ് അധികാരി തിരിച്ചു പോയപ്പോൾ ഒറ്റയ്ക്ക് വന്ന പോലല്ല പോയത്, കൂടെ ഒരാളുണ്ട്. ആ യേശുവും കൂടെ ആ വീട്ടിൽ കയറി ചെന്നതാണ് പ്രതീക്ഷയ്ക്ക് ഒരു സാധ്യതയില്ലാത്ത വിഷയമായിരുന്നിട്ട് മാത്രമേ വലിയൊരു മിറക്കിൾ അവർ കണ്ടത്. ഹല്ലേലൂയ. ഒരുപക്ഷെ ഇവിടെ നിന്നൊന്നും നടന്നിട്ടില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും. അതാ പറഞ്ഞത്, യേശു ആ വീട്ടിൽ കയറി ചെന്നതാണ് ആ വീടിന്റെ വിടുതലായി മാറിയത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കേൾക്കുന്ന ഈ വചനം അകത്തു കയറുമ്പോഴാ അകത്തുള്ള വിഷയങ്ങൾ പോകുന്നത്, അകത്തുള്ള വിഷയങ്ങളിൽ വിടുതൽ നടക്കുന്നത്. വിശ്വസിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ഇത് വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്.
ഇത് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. നിസ്സാരമല്ല. ഇത് എങ്ങനെ കേൾക്കുന്നവരായിക്കൊള്ളട്ടെ, ഈ പ്രസംഗിച്ചതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ലൈവായി നടക്കുന്ന പോലെ തോന്നും. ഇത് ഇന്നിപ്പോൾ നടക്കുന്ന ഒരു സംഭവമാണെന്ന് തോന്നും. ഒരു കുഞ്ഞു കാര്യം കൂടെ എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. അതും കൂടെ പറയാൻ ഞാൻ വളരെ വേഗത്തിൽ അത് പറഞ്ഞുകൊള്ളാം. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 11 മുതലുള്ള വാക്യമാണ്. ഇതുപോലെ തന്നെ ഒരു ക്രിട്ടിക്കലായിട്ടൊരു സംഭവത്തെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ടൊരു വിഷയം എഴുതിയിട്ടുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. അതിനുശേഷം അവൻ നായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ഒരു പട്ടണത്തിലേക്ക് യേശു പോകുമ്പോൾ ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു. ശിഷ്യന്മാരും വലിയൊരു ആൾക്കൂട്ടവും ഇപ്പോഴും കൂടെയുണ്ട്. ഒരുപാട് പേര് ഒരുമിച്ച് പോകുമ്പോൾ അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ അപ്പോൾ ഒരു ശവോടക്ക് നടക്കുകയാണ്. ഒരു ശവോടക്ക് അവിടെ ഏറോ ഒരാൾ മരിച്ചിട്ട് ശവോടക്കിന് 2 ലൈനായി ആളുകൾ റോട്ടിൽ കൂടി ഇങ്ങനെ പോവുകയാണ്. നമ്മളിപ്പോൾ ഇതിൽ ബസ്സിൽ പോകുമ്പോഴോ റോഡിൽ കൂടി ആരോ മരിച്ചിട്ട് ആ മരിച്ച ആളെ പെട്ടിക്കകത്ത് കിടത്തി ചുമന്നുകൊണ്ട് ഇങ്ങനെ വേഗം പ്രാർത്ഥന ചൊല്ലി അങ്ങ് പോകുന്നത് പോലെ യേശു അവിടെ ചെന്നപ്പോൾ ശിഷ്യന്മാർ നോക്കുമ്പോൾ നേരെ എതിർവശത്ത് ഒരു ശവോടക്ക് വരുന്നു. ഒരാളുടെ പെട്ടിയെടുത്ത് ആളുകൾ കരഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് കുറേ പേര് ലൈനായിട്ട് വരുന്നു. അത് കണ്ടു. അവൻ നഗര കവാടത്തിന് അടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു. എങ്ങനെ വരുന്നത് കണ്ടു? അതും ചുമന്നോണ്ട് വരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏക പുത്രനായിരുന്നു അവൻ. ഒരു അമ്മയുടെ ഏക മകനാ മരിച്ചത്. അപ്പൊ നിസ്സാര സങ്കടമല്ല ഇതിനകത്തുള്ളത്, നിസ്സാര വിഷമമല്ല ഉള്ളത്. വളരെ സീരിയസ് ആയിട്ടൊരു വിഷമമുള്ള ആളാണ് ഇപ്പോൾ വന്നത്. പട്ടണത്തിൽ നിന്ന് വലിയൊരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. ചെറിയ കൊച്ചാ മരിച്ചത്, അതുകൊണ്ട് ഒരുപാട് ആളുകളുമുണ്ട്. ഇങ്ങനെ വരുമ്പോൾ 13-ാമത്തെ വാക്യം ഇന്നിവിടെ സംഭവിക്കണം. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട, നീ കരയേണ്ട. നീ ഏത് വിഷയത്തിലാണ് കരഞ്ഞത്? തൻ്റെ മകൻ മരിച്ചു പെട്ടിക്കകത്ത് കിടക്കുക, അത് ചുമന്നുകൊണ്ട് ആൾക്കാർ പോവാണ്. ആ കൊച്ചിനെ ഓർത്ത് നീ കരയേണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ ചെയ്തത്? അവൻ മുന്നോട്ട് വന്ന് ആ ശവമഞ്ചത്തിൽ, അടുത്ത വാക്കെന്നു വായിച്ചേ, ശവമഞ്ചത്തിൽ തൊട്ടു. ഒരാൾ ആ പെട്ടിയെ തൊട്ടുന്ന്. 3-4 പേര് ഒരാളുടെ ബോഡി എടുത്തോണ്ട് പോകുമ്പോൾ യേശു ഒരാളെ വല്ലാതെ കരയുന്ന ഒരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീയുടെ ഏക മകനാ മരിച്ചത്. അതും പ്രായമായി മരിച്ച ഒരാൾ, വളരെ ചെറിയ പ്രായമായിട്ട് ജീവിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത ഒരു കൊച്ചു മരിച്ച്. യേശു കൈ നീട്ടി ആ പെട്ടിയെ തൊട്ടു, ശവമഞ്ചത്തിൽ തൊട്ടു. ആ പെട്ടി എടുത്തിരുന്നവർ അവിടെ നിന്നു. അടുത്ത വാക്യം. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. മരിച്ചവൻ ആ പെട്ടിക്കകത്ത് എഴുന്നേറ്റ് നിന്നു. ആര് തൊട്ടപ്പം? ഈ മനുഷ്യൻ, ഈ മരിച്ചടക്കാൻ കൊണ്ടുപോയ ആള് ഇനി ജന്മകാലത്ത് എഴുന്നേക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നല്ല. ആ വിഷയമാണ് ഒരു കരച്ചിലിന് പരിഹാരം ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ത് കാര്യത്തിനാ ഇത്? ഒരാളുടെ പെട്ടിയാ ചുമന്നോണ്ട് വന്നത്. നിങ്ങൾ എന്തൊക്കെയോ ചുമന്നോണ്ട് വന്നവരാ അവിടെ ഇരിക്കുന്നവർ. ഒത്തിരി സങ്കടം പെട്ടിക്കകത്താക്കി ചുമന്നോണ്ട് വന്നവരാ. ശരീരം മുഴുവൻ ഭാരമാ, മനസ്സ് മുഴുവൻ ഭാരമാ. സങ്കടഭാരം, കടഭാരം എല്ലാം മനസ്സിനകത്താണ്. അതും ചുമന്നോണ്ടാ വന്നത്. ആ ഭാരത്തെയാണ് യേശു തൊടുന്നത്. ആ തൊട്ടതിലാണ് ഒരു അത്ഭുതം നടന്നത്. വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ച് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വിഷയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ്. എന്തൊക്കെയോ ചുമന്ന് കണ്ടുവന്ന് ഈ ആലയത്തിൽ വന്നവരാണ്. ഇത് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കേൾക്കുക. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് നിങ്ങൾക്കുള്ള മാത്ര സന്ദേശമല്ല കേട്ടോ. ഇത് ആരുടെയൊക്കെയോ ജീവിതത്തിന് വിടുതലാകേണ്ട ഒരു വചനമാണ്. നിങ്ങൾക്ക് കേൾക്കുന്ന ഈ വചനങ്ങൾ ചില ആളുകളിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം. ചില ആളുകളോട് ഇത് പറയണം, ഇത് കേൾക്കാൻ പറയണം. കാരണം അവരുടെ ജീവിതത്തിൽ ഞാൻ കാരണം ദൈവം തൊട്ടാൽ അതെന്റെ സ്വർഗത്തിലെ നിക്ഷേപമാണ്. മനസ്സിലായോ? ഞാൻ ഇവിടെ വച്ചിരിക്കുന്ന നേടിയെടുത്ത പണത്തേക്കാൾ വലുതാ ഒരു വ്യക്തിയുടെ ആത്മാവിനെ നേടിയാൽ അത് സ്വർഗത്തിൽ ദൈവം ഞാൻ കരുതുന്ന നിക്ഷേപമാണ്. ഈ കണ്ട പ്രായം വരെ ജീവിച്ചിട്ട് എത്ര പേർ നിങ്ങളിലൂടെ യേശുവിനെ അറിഞ്ഞു? ഈ കണ്ട പ്രായം വരെ ജീവിച്ചിട്ട് എത്ര പേർ നിങ്ങളിലൂടെ ദൈവം അറിഞ്ഞു? 10 പേരുടെ എണ്ണം എടുക്കാമോ? ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്നിലൂടെ 10 പേർ യേശുവിനെ അറിയണം. നമ്മളൊന്ന് കണ്ണുകളെ അടച്ച്, നിങ്ങളുടെ ജീവിതത്തെ ദൈവം തൊടുന്നു. നിങ്ങളൊരു രോഗിയായിരിക്കാം, നിങ്ങൾ സാമ്പത്തികമായി പ്രശ്നമുള്ള ഒരാളായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ആ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ആ കൊച്ചു മരിച്ചു, ഇനി ബുദ്ധിമുട്ടിക്കണ്ട, ഇനി പ്രാർത്ഥിക്കണ്ട, ഇനി വിശ്വസിക്കണ്ട, ഇനി കരമുയർത്തണ്ട, ഇനി പാട്ടുപാടണ്ട, ഇനി നിങ്ങൾ ഒരു ധ്യാനത്തിനും പോകണ്ട എന്നൊക്കെ ആയിരിക്കും ഈ പ്രശ്നത്തെ നോക്കി നിങ്ങൾ കേട്ടത്. പക്ഷെ അതിനെ അവഗണിച്ചുകൊണ്ട് ഈ മനുഷ്യൻ വീണ്ടും അവിടെ ചെന്നു
പ്രാർത്ഥിച്ചതല്ലേ ആ വീടിന്റെ വിടുതലായി മാറിയത്, ആ വീടിന്റെ രക്ഷയായി മാറിയത്, സൗഖ്യമായി മാറിയത്. അങ്ങനെയെങ്കിൽ 2 കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഇതാ ഈ നിമിഷം എല്ലാവരും ഒന്ന് അധരം തുറന്ന് പ്രാർത്ഥിക്കണം. അവിടെ ആ കുടുംബത്തിന്റെ വിടുതലാകാൻ മാറിയ വ്യക്തി സിനഗോഗ് അധികാരിയാണ്. എന്നാൽ ഇവിടെ പ്രാർത്ഥിച്ച വ്യക്തി ഒരു അമ്മയാണ്. അമ്മയുടെ കരച്ചിൽ കണ്ട് യേശു ആ ശവമഞ്ചത്തിൽ തൊട്ടു, അത് വലിയ വിടുതലായി മാറി. ഇതാ നിങ്ങൾ പോലും അറിയുന്നില്ലായിരിക്കാം നിങ്ങളെ ദൈവം തൊടുന്നത്. ഇതാ നിങ്ങൾ ദൈവത്തിന് വലിയ പ്രിയപ്പെട്ടവരായി മാറുന്നു. ഈ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന നീ ദൈവത്തിന് പ്രിയപ്പെട്ടയാളാണ്. നിന്റെ കുടുംബം ദൈവത്തിന് ഇഷ്ടപ്പെട്ട കുടുംബമാണ്. ദൈവം നിന്നെ തൊടുന്ന സമയമാണ്. ഇത് രക്ഷയുടെ വിടുതലിന്റെ സമയം. സ്തുതിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കണ്ണുകൾ അടച്ച് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയം ഇന്ന് കേട്ട വചനങ്ങളെല്ലാം ഒന്നുപോലും മറന്നു പോകാതെ, ഒരു നിയോഗത്തിലാണെങ്കിൽ അതിന്മേൽ ഒരു റിസൾട്ട് ഉണ്ടായിരിക്കും. ആ നിയോഗത്തിന്മേൽ ദൈവത്തിൻ്റെ കരം ചലിച്ചിരിക്കും. അത് ദൈവത്തിൻ്റെ വാക്കാണ്, അത് വിശ്വാസമാണ്. ഈശോ ആ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ കയറി ചെന്നു. അന്ന് വരെ ആ വീട്ടിലുണ്ടായിരുന്ന ആ സങ്കടം അങ്ങ് മാറിപ്പോയി. നിങ്ങളുടെ വീട്ടിൽ ചില വിഷമങ്ങളുണ്ട്, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ചില സങ്കടങ്ങളുണ്ട്. നിങ്ങളിനി എന്തൊക്കെ മേടിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞാൽ ആ സങ്കടം മാറണമെന്നില്ല. പക്ഷെ നിങ്ങളിലൂടെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് യേശുവാണെങ്കിൽ അത് ആ പ്രശ്നത്തിന് പരിഹാരമാണ്, അത് ആ പ്രശ്നത്തിൻ്റെ ഉത്തരമാണ്, അത് ആ വിഷയത്തിൻ്റെ മേൽ വിടുതലാണ്. അതാണ് വിശ്വസിക്കേണ്ടത്. ഈശോ നീയൻ ഉള്ളിൽ വന്ന ഞാനാകെ നീയായി മാറും. ഈശോ നീയൻ ഉള്ളിൽ വന്ന ഞാനാകെ നീയായി മാറും. ഈശോ നീ എൻ്റെ ഉള്ളിൽ വന്നാൽ, ഈശോ നീ എൻ്റെ അരികിൽ വന്നാൽ. ഒന്ന് ചേർന്ന് പാടി. ഈശോ നീയൻ വന്നാൽ ഞാനാകെ നീയായി മാറും. കർത്താവേ, അങ്ങ് എൻ്റെ കൂടെ ഇന്ന് തിരിച്ചു പോകുമ്പോൾ എൻ്റെ കൂടെ വരണമേ. ദൈവം നിൻ്റെ കൂടെ വരുമ്പോൾ 100 പ്രതിസന്ധികളാണ് എൻ്റെ മുമ്പിൽ വരുന്നത്. ആ ദൈവസാന്നിധ്യം മുറിച്ച് കളയാൻ പലതും കയറി വരും. ആവശ്യമില്ലാത്ത വഴക്ക്, ആവശ്യമില്ലാത്ത ദേഷ്യം കൂടി ഈ കിട്ടിയ അനുഗ്രഹത്തെ, ഈ ദൈവസാന്നിധ്യത്തെ കളയരുത്. അത് ഒരു വിളക്ക് പോലെ കൊണ്ടുപോയി അത് കത്തിച്ചു വയ്ക്കണം. നിൻ്റെ വീടിൻ്റെ വിളക്കായി ദൈവം മാറണം. അത് അവിടെ വെളിച്ചമായി അത് മാറും. ആ വീടിനകത്ത് നിലനിന്ന പ്രയാസങ്ങൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങും. ഒരു പൊട്ട ചിന്തയുണ്ട്, ഒച്ച വക്കുമ്പോഴാണ് പിശാച് പോകുന്നതെന്ന്. ഒച്ച വക്കുമ്പോഴല്ല കുഞ്ഞെ പിശാച് പോകുന്നത്. വിശ്വാസത്തിൽ നിന്നുണർന്ന ബോധ്യത്തിൽ നിന്നാണ് പിശാച് പോകുന്നത്. ഒച്ച വെച്ച് ഒരു പിശാചും പോയിട്ടില്ല. ഒച്ച വെച്ച് അവരുടെ തൊണ്ണയടച്ചു എന്നല്ലാണ്ട് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഒച്ച വയ്ക്കുമ്പോഴല്ല, ദൈവവചനത്തിലെ ബോധ്യങ്ങൾ ആഴപ്പെടുന്ന വ്യക്തിയിൽ നിന്നാണ്. ആ ആവേശത്തിൻ്റെ കാലം കഴിഞ്ഞു. ഇത് ബോധ്യത്തിൻ്റെ കാലമാണ്. ആ ബോധ്യത്തിലാണ് വിടുതൽ നടക്കുന്നത്. ആ ബന്ധത്തിലാണ് അത്ഭുതം നടക്കുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരുക്കട്ടെ. ആമേൻ. ഇരിക്കാം. സാക്ഷ്യങ്ങളെ ഞാൻ വേഗത്തിലൊന്ന് വായിക്കുകയാണ്, ഒന്ന് ശ്രദ്ധയോടെ കേൾക്കാം. എൻ്റെ പേര് അനുറാണി രഞ്ജിത്ത് എന്നാണ്. 2017 ഒക്ടോബർ 19 എൻ്റെ ഹസ്ബൻഡ് രഞ്ജിത്തിന് പൂനെയിൽ വെച്ച് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. തലയ്ക്ക് മാരകമായ പരിക്ക് സംഭവിച്ചു. വഴിയിൽ കിടന്ന എൻ്റെ ഭർത്താവിനെ ആരോ ഒരാളാണ് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചത്. ഉടനെ തന്നെ ഒരു ബ്രെയിൻ സർജറി ആവശ്യമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു മലയാളി നേഴ്സ് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്തിച്ചു. അവിടുത്തെ HOD ആയിരുന്ന ഡോക്ടർ എൻ്റെ ഭർത്താവിനെ തിരിച്ചറിയുകയും എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പെട്ടെന്ന് എമർജൻസി ബ്രെയിൻ സർജറി ചെയ്തു. പരിശോധിച്ച ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു, കണ്ടീഷൻ വളരെ മോശമാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ സമയത്ത് എങ്ങനെ എന്തു പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ഫ്രണ്ട് വഴിയാണ് ഈ ധ്യാനകേന്ദ്രത്തിലെ
എന്നെ വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിച്ചത്. ചികിത്സിച്ചിരുന്ന ഡോക്ടർ പറഞ്ഞത് ആളുടെ തലയിൽ നിന്ന് ഫ്ലൂയിഡ് ലീക്കിംഗ് ഉണ്ട്, അത് കുറയുന്നില്ലെങ്കിൽ റിസ്ക് ആകുമെന്നാണ്. എന്നാൽ പ്രാർത്ഥിച്ച് അച്ഛൻ പറഞ്ഞു ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകും. ആ ദിവസം തന്നെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകാൻ തുടങ്ങി. ഓരോ പ്രാവശ്യത്തിലെ സ്കാനിങ്ങിലും ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റാണ്, ഡോക്ടറെ പോലും അതിശയിപ്പിക്കുന്ന ഇമ്പ്രൂവ്മെൻ്റാണ് ആ വ്യക്തിയിലുണ്ടായത്. ഡോക്ടർ പറഞ്ഞു ആൾ രക്ഷപ്പെട്ടാലും ഓർമ്മക്കുറവ് നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ കൃപയിൽ എൻ്റെ ഭർത്താവിനൊരു സെക്കൻഡ് ലൈഫ്, രണ്ടാം ജന്മം എന്നതുപോലെ ഒരു ജീവിതമാണ് ദൈവം കൊടുത്തത്. എന്താണോ പ്രാർത്ഥിച്ചത് ആ വിഷയത്തിന് ദൈവം എൻ്റെ വീട്ടിൽ എന്നെ ഉത്തരം നൽകി. ദൈവത്തിന് 1000 നന്ദി കുടുംബമായി ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. എന്നാ വിഷയം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി അസുഖമായി അല്ലെ ആശുപത്രിയിലായി, ആക്സിഡൻറ്റ് പറ്റി, തലയുടെ ഒരു ഫ്ലൂയിഡ് ലീക്കാകുന്നു. രക്ഷപ്പെട്ടാലും ഓർമ്മക്കുറവുണ്ടാകും, രക്ഷപ്പെടത്തില്ല, നടക്കാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ഒന്നുമല്ല സംഭവിച്ചത്. അതാ പറഞ്ഞത്, വിശ്വസിക്കുന്നതാണ് സംഭവിക്കുന്നത്. ശരിയാകത്തില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ അതേ നടക്കത്തുള്ളൂ. കാരണം അയാൾ വിശ്വസിച്ച അതാണ്. ഒരാൾ വിശ്വസിക്കുന്നു ഇത് ദൈവം അനുഗ്രഹിക്കും, സൗഖ്യമാക്കുമെന്നാണ് വിശ്വസിക്കുന്നെങ്കിൽ ആ വിശ്വസിച്ചത് അവിടെ സംഭവിക്കും. ഹല്ലേലൂയ. രണ്ടാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ പേര് ജോമി. ഞാൻ മായിപ്പാട് എന്ന സ്ഥലത്തു നിന്നാണ് ഈ കത്തെഴുതുന്നത്. ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾക്കിടവന്നു. 3 നിയോഗങ്ങളിൽ ഒന്നാമത്തെ നിയോഗം ഒരു വീടിന് വേണ്ടി ഉള്ളതായിരുന്നു. സെപ്റ്റംബർ മാസം 25-ാം തീയതി ഞങ്ങളൊരു വീട് പോയി കണ്ടിരുന്നു. ഞങ്ങളുടെ സാമ്പത്തികത്തിന് യോജിച്ച ഒരു വീടായിരുന്നു അത്. പക്ഷേ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ടിൻ്റെ സമയത്താണ് ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ അറിഞ്ഞതും മുടങ്ങാതെ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചതും. ഒക്ടോബർ മാസം 9-ാം തീയതി എഗ്രിമെൻ്റ് എഴുതാൻ, ആ വീട് ഏത് വീടാണോ മനസ്സിൽ കണ്ടത്, ഞങ്ങൾ പോയി കണ്ടത്, ആ വീട് എഗ്രിമെൻ്റ് എഴുതാൻ ദൈവം അനുഗ്രഹിച്ചു. തുടർന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഓരോ വചനങ്ങളും കേൾക്കുമ്പോൾ അത് ഹൃദയത്തിൽ അത് ഉൾക്കൊണ്ട് പ്രാർത്ഥിച്ചു. എഗ്രിമെൻ്റ് കാലാവധി 6 മാസമായിരുന്നു. ബാക്കി പണം എങ്ങനെ റെഡിയാകുമെന്നോർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ കൃത്യസമയത്ത് എൻ്റെ കൈകളിൽ സാമ്പത്തികമായ കാര്യങ്ങൾ വന്നു. നവംബർ മാസം 27-ാം തീയതി ആധാരം എഴുതി. ഞങ്ങൾക്കൊരു നല്ല വീട്, സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു വീട് ഞങ്ങൾക്കുണ്ടാകുമെന്ന് ആ സമയത്ത് വിചാരിച്ചിരുന്നതല്ല. പക്ഷെ ഞങ്ങൾക്ക് നല്ലൊരു വീട് തന്ന്, അതിനുവേണ്ടിയാണ് പ്രാർത്ഥിച്ചു. ദൈവം അത് തന്ന് അനുഗ്രഹിച്ചു. ഈശോയ്ക്ക് 1000 നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ പേര് ലൈസ പൗലോസ്, മൂവാറ്റുപുഴ സ്വദേശിയാണ്. കഴിഞ്ഞ 5 വർഷത്തിലധികമായി വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കുടുംബ പ്രശ്നത്തിലൂടെയായിരുന്നു എൻ്റെ മകളും ഞങ്ങളുടെ കുടുംബവും പോയിക്കൊണ്ടിരുന്നത്. കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ ഞങ്ങളുടെ കുടുംബം കടന്നുപോയി. എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ ഉടനെ ഉണ്ടായ ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വല്ലാതെ തകർച്ചയിലാക്കി. പരസ്പരം വെറുപ്പും ദേഷ്യവുമായി വീട്ടുകാർ തമ്മിൽ കണ്ടാൽ എന്തു സംഭവിക്കുമെന്ന അവസ്ഥയിൽ അകന്നുപോയി. 2 പള്ളിയിലെ വികാരി അച്ഛന്മാർ ഇടപെട്ടു. എന്നിട്ട് പോലും തീരാത്ത സങ്കീർണ പ്രശ്നമായി അതങ്ങ് മാറി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ മകൻ്റെ വിവാഹം ഉറപ്പിക്കുന്നത്. പ്രശ്നങ്ങൾ സമാധാനമായി പരിഹരിച്ച് കിട്ടുന്നതിനും വിവാഹം ഞങ്ങളുടെ ഭർത്താവിൻ്റെയും ഭർത്തൃ വീട്ടുകാരുടെ സഹകരണത്തോടെ നന്നായി നടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയുകയാണ്, ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഒരു മനുഷ്യനെ കൊണ്ടും ഒരിക്കലും ശരിയാകാതിരുന്നൊരു പ്രശ്നമായിരുന്നു അത്. ഞങ്ങളൊരു നിയോഗം വെച്ചത് പ്രാർത്ഥിച്ചു. ഒരിക്കലും ഒരു മനുഷ്യനെ കൊണ്ട് ശരിയാക്കാൻ പറ്റാതിരുന്ന പ്രശ്നങ്ങൾ വളരെ മനോഹരമായി ദൈവം അത് പരിഹരിച്ചു തന്നു. ദൈവമാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞങ്ങളെ സഹായിച്ചത്. ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ, ഇതുപോലെ ഒരു വലിയ സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ ഒരുക്കി തന്ന ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തിന് ഞങ്ങൾ 1 കോടി നന്ദി ദൈവത്തിന് അറിയിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, ഒരു മനുഷ്യനെ കൊണ്ടും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമാണ്, പിന്നെ ഇതെങ്ങനെ പരിഹരിച്ചു? നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്നാൽ, അല്ലെങ്കിൽ ആ ഡോക്ടർമാർ നഴ്സുമാരൊക്കെ ചെയ്യുന്നത്, അവർ ശരീരം കീറി മുറിച്ച് അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യും. അവരാണ് ചിലത് വേണ്ടാത്തതിനെ മുറിച്ച് കളഞ്ഞിട്ട് പകരമുള്ളതിനെ തുന്നിച്ചേർത്ത് അത് ഓപ്പറേറ്റ് ചെയ്ത് തുന്നി കെട്ടി വീണ്ടും കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ പഴയ പോലെ ആകുന്നു. നമ്മളുടെ പ്രശ്നങ്ങളും ഇതുപോലെ ദൈവകരങ്ങളിൽ കൊടുക്കുമ്പോൾ ദൈവം ഓപ്പറേറ്റ് ചെയ്യും. ദൈവവും ഇതുപോലെ ചില ഓപ്പറേഷൻ നടത്തും.
അത് കീറി മുറിച്ചുകൊണ്ടല്ല, നമ്മുടെ കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരിക്കലും സാധ്യതയില്ല. ദൈവത്തിന് അത് ഏൽപ്പിച്ചു കൊടുത്തു. ദൈവം അത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ അത് പരിഹരിച്ച് ഓപ്പറേറ്റ് ചെയ്ത് വേണ്ടതിനെ മാറ്റി വേണ്ടാത്തതിനെ മാറ്റി എല്ലാം പരിഹരിച്ചു തരും. അതുപോലെ ഒരു സാക്ഷ്യമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലും ദൈവം ഇടപെടട്ടെ. എൻ്റെ പേര് മോളി. കണ്ണൂർ ജില്ലയിലെ കൊളയാട് എന്ന സ്ഥലത്തു നിന്നുമാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. ജൂൺ 16 ഭർത്താവിന് വയറുവേദന മൂലം തലശ്ശേരി ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു. പരിശോധനയിൽ കിഡ്നി ഇൻഫെക്ഷൻ ആണെന്ന് അറിഞ്ഞു. സീരിയസ് ആണെന്നും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയ സാഹചര്യം പോലും അല്ല എന്നും അറിയിച്ചു. ചിലപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റായി ഹാർട്ട് അറ്റാക്ക് വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അറിയിച്ചു. ഉടനെ കണ്ണൂർ വിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സർജറി നടന്നു. ഡോക്ടർ പറഞ്ഞു വലിയ പ്രതീക്ഷ വേണ്ടെന്ന്. പിറ്റേ ദിവസം പറയുന്നു ഉടനെ തന്നെ വേറൊരു സർജറി കൂടി വേണമെന്ന്. അത് കഴിഞ്ഞ് 16 ദിവസം ICUവിൽ കിടന്നു. 9 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. പിന്നീട് റൂമിലേക്ക് മാറ്റിയെങ്കിലും 2 മാസം കിടപ്പിലായിരുന്നു. മിണ്ടാനോ നടക്കാനോ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാനോ പറ്റില്ലായിരുന്നു. ആ സമയത്താണ് നിയോഗ പ്രാർത്ഥനയെക്കുറിച്ച് അറിയുന്നത്. ആ ഒരു പ്രതിസന്ധി സമയത്താണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് അത് കൂടിയത്. സാമ്പത്തികമായി ഞങ്ങൾ തകർന്ന് തരിപ്പണമായ ഒരു സാഹചര്യമായിരുന്നു. 22 ലക്ഷത്തോളം കടബാധ്യതയായി വളരെയധികം വിഷമിച്ചു. പലരുടെയും സഹായത്തോടെയാണ് അത് കൊടുത്തുകൊണ്ടിരുന്നത് പോലും. ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോലും ഒരാൾ വന്നില്ല. ആ അവസ്ഥയിൽ അത്ഭുതമെന്ന് പറയട്ടെ, ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞ് ദൈവസന്നിധി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ അവസ്ഥ ദൈവം ഇടപെട്ടു. പണം മുഴുവൻ കൊടുക്കാതെ ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ ഒരാൾ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരാളുടെ രൂപത്തിൽ ഇടപെട്ട് ഞങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചു. പിന്നീട് വീണ്ടും പലതരത്തിലുള്ള അസുഖങ്ങളായിരുന്നു. അപ്പോഴാണ് വീണ്ടും നിയോഗ പ്രാർത്ഥനയിൽ ഞങ്ങൾ പങ്കെടുത്തത്, പ്രാർത്ഥിച്ചത്. നടന്നു കിട്ടിയാൽ അത് സാക്ഷ്യമായി അറിയിക്കുമെന്ന് അറിയിച്ചു. ഡിസംബർ 1 ഭർത്താവ് സണ്ണി എന്ന് പറയുന്ന എൻ്റെ ഭർത്താവ് ഒരിക്കലും തനിയെ നടക്കില്ല എന്ന് പറഞ്ഞ മനുഷ്യൻ തനിയെ നടക്കാനും കാര്യങ്ങൾ ചെയ്യാനും തുടങ്ങി. ദൈവത്തിന് 1000 നന്ദി. അതുപോലെ 1 വർഷത്തോളമായി ഞങ്ങളുടെ വാഹനം കേടായി കിടക്കുകയായിരുന്നു. നന്നാക്കുന്ന കാര്യം പോലും മുടങ്ങി കിടക്കുകയായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലും ആ ഒരു നിസ്സാരമെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ പോലും ദൈവം ഇടപെട്ടു. ഞങ്ങളുടെ വാഹനം വരെ അത് നന്നാക്കി കിട്ടുന്ന അനുഭവങ്ങളുണ്ടായി. ഇത്രയും അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തത്, ദൈവം ഒരുക്കിയത് നിയോഗ പ്രാർത്ഥനയിൽ നിയോഗം വെച്ച് പങ്കെടുത്തതിലൂടെയാണ്. ദൈവത്തിന് 1000 നന്ദി ഞങ്ങൾ കുടുംബമായി അറിയിക്കുന്നു. ദൈവത്തിന് 1000 നന്ദി. നമുക്ക് കരമടിച്ച് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ പേര് സൂസൻ വർഗീസ്. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് എഴുതുന്നത്. എൻ്റെ മകൾക്ക് വേണ്ടിയുള്ള സാക്ഷ്യം അറിയിക്കുകയാണ് ഞാൻ. ഒക്ടോബർ മാസത്തിലെ നിയോഗ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും പങ്കെടുക്കാൻ സാധിച്ചു. അതൊരു വലിയ ദൈവകൃപയായിരുന്നു. തകർന്നടിഞ്ഞ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തിൽ ലക്ഷോപലക്ഷം മക്കളെ പ്രകാശത്തിലേക്കും പ്രത്യാശത്തിലേക്കും നയിച്ച ഈ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഞാൻ ദൈവത്തിന് കോടാനുകോടി നന്ദി അറിയിക്കുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് നിയോഗിച്ച അച്ഛനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ഓൺലൈനായിട്ടാണ് ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്തത്. പല ധ്യാന യോഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്ര ഹൃദയത്തിൽ തൊടുന്ന വചനങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇങ്ങനെ ഒരു കൂട്ടായ്മ പോലും ഇതാദ്യമായിരുന്നു. തിരുവചനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു ആ പ്രാർത്ഥന, നിയോഗ പ്രാർത്ഥന. ഓരോ പ്രഭാതത്തിലും ഈ വചനം വായിച്ച് ധ്യാനിച്ച് എൻ്റെ ജീവിതത്തിൽ കിട്ടിയതൊരു പുതിയ ജീവിതമാണ്. ഞാൻ 3 നിയോഗം വെച്ചാണ് പ്രാർത്ഥിച്ചത്. മക്കളെക്കുറിച്ചുള്ള വേദനയായിരുന്നു എല്ലാം. മൂത്ത മകൻ തകർന്ന ഒരു ദാമ്പത്യ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. രണ്ടാമത്തെ മകൻ മനസ്സാവാച അറിയാത്ത ഒരു കൈക്കൂലി കേസ് ആരോപിച്ച വിജിലൻസ് കേസ് പ്രതിയായി. മകൻ വിഷാദ രോഗത്തിന് അടിമയായി ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു. ഇങ്ങനെ തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്ന ഈ കുടുംബത്തിലേക്ക് പ്രത്യാശ നൽകിയതും ഒരു ജീവിതം നൽകിയതും ഈ നിയോഗ പ്രാർത്ഥനയെ ജീവിതം വച്ചേ പിന്നെയാണ്. ഞങ്ങളുടെ ഇളയ മകൻ സസ്പെൻഷനെ തുടർന്ന് 7 മാസം ജോലിയില്ലാതെ നിൽക്കുകയായിരുന്നു. നിയോഗ പ്രാർത്ഥനയുടെ 3-ാം ദിവസം അവൾക്ക് ജോലിയിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് വീണ്ടും കിട്ടുകയും ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുകയും ചെയ്തു. ദൈവത്തിന് 1000 നന്ദി. 2.5 വയസ്സുള്ള ഞങ്ങളുടെ കൊച്ചുമകൻ രാത്രിയിൽ ഉറക്കമില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. കുഞ്ഞ് രാത്രി 3 മണിക്ക് ആകുമ്പോൾ ഞെട്ടി ഉണർന്ന് ഭയങ്കര കരച്ചിൽ. നിയോഗ പ്രാർത്ഥന ഞാൻ ആ കുഞ്ഞിനെ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. ഇപ്പോൾ വലിയ മാറ്റമുണ്ടായി. ഈശോയ്ക്ക് കോടാനുകോടി നന്ദി. സങ്കീർത്തനം 34-ാം അധ്യായം 7 മുതലുള്ള വാക്യം, കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് സംരക്ഷിക്കുന്നു എന്നുള്ളത് വചനത്തിൽ നിന്ന് ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ട്. പക്ഷെ അനുഭവമായത് അന്ന് മുതലാണ്. അച്ഛാ, എൻ്റെ ഈ നിയോഗങ്ങളെക്കുറിച്ച് ഈശോയ്ക്ക് സമർപ്പിച്ചൊരു സാക്ഷ്യമാകാൻ ഞാനിത് അറിയിക്കുന്നു. ഞങ്ങളുടെ മകൻ
എല്ലാ വിധത്തിലും ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ ദൈവാനുഗ്രഹത്തിന് കാരണമായി. ദൈവം ഞങ്ങളുടെ കുടുംബത്തിൽ ഈ പ്രാർത്ഥനയിലൂടെ നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി അറിയിക്കുന്നു. നന്നായി ഒന്ന് കരങ്ങളടിച്ച് വലിയൊരു തകർച്ചയിരുന്ന കുടുംബത്തെ ദൈവം നയിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ പേര് സിസിലി. പുതിയിടം എന്ന് പറയുന്ന ഇടവകയിൽ നിന്നാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. അതിനകത്ത് എഴുതിയിരിക്കുന്ന 2 സാക്ഷ്യങ്ങൾ. അനുജത്തിയുടെ മകൻ ഒരു പാമ്പ് കടിയേറ്റു. അത് വലിയൊരു സീരിയസ് ആയ ഒരു അവസ്ഥയിലായിരുന്നു. ആ സമയത്തൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ ഒരു കുഴപ്പവും ഇല്ലാതെ രക്ഷിച്ചു തരണമെന്ന്. അത്ഭുതകരമായി ആ ഒരു കാര്യത്തിൽ വലിയ സൗഖ്യം ഞങ്ങൾ അനുഭവിച്ചു. 2, ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് ഒരു നല്ല വീടിന് വേണ്ടിയായിരുന്നു. നല്ലൊരു വീടിന് വേണ്ടിയായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ലൊരു വീടാണ് നിയോഗ പ്രാർത്ഥനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിലൂടെ ദൈവം ഞങ്ങൾക്ക് നൽകിയത്. ദൈവത്തിന് ഒത്തിരി നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇനി നമ്മൾ കുറച്ച് സാക്ഷ്യങ്ങൾ കേൾക്കുകയാണ്. നിങ്ങളുടെ ചെറിയ വാക്കുകളിൽ നിങ്ങൾക്ക് കിട്ടിയ ദൈവത്തിൻ്റെ അനുഗ്രഹം പങ്കുവച്ച് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് പ്രിയ. ഞാൻ എങ്ങാപ്പുഴയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ജോൺ. ഞാൻ വടുവഞ്ചാലിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ലയ. ഞങ്ങൾ ഈങ്ങാപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ IELTS-ന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 3 പേർക്കും എക്സാം എഴുതാൻ ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഇവിടെ 3 ദിവസത്തെ ധ്യാനം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ ധ്യാനത്തിന് വന്നിരുന്നു. അങ്ങനെ കൗൺസിലിംഗ് കൂടി ഞങ്ങൾ ഈ എക്സാമിൻ്റെ കാര്യം പറഞ്ഞ് കൗൺസിലിംഗ് കൂടി കഴിഞ്ഞപ്പോൾ കൗൺസിലിംഗ് ചെയ്ത ചേട്ടൻ പറഞ്ഞായിരുന്നു, പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടില്ല, നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായവും അതേപോലെ സങ്കീർത്തനം 25-ാം അധ്യായവും നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ എക്സാമിന് ഡേറ്റ് എടുത്തു. ഞങ്ങൾ അതിൻ്റെ വെള്ളിയാഴ്ച ഇവിടെ വന്ന് അച്ഛനെ പേഴ്സണലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ടൈം ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ടെൻഷനൊക്കെ സാധാരണയാണ്, ഒരു എക്സാം ആകുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ വരും, പക്ഷെ പേടിക്കൊന്നും വേണ്ട, നിങ്ങളുടെ 3 പേരും ഒരു വലിയൊരു സാക്ഷിയാവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പ്രതീക്ഷയോടെയായിരുന്നു എക്സാമിന് പോയത്. പക്ഷേ ആ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട പോലെ ഞങ്ങൾക്ക് ഭയങ്കര പാടായിരുന്നു. എക്സാം എല്ലാ മൊഡ്യൂളും ഭയങ്കര പാടായിരുന്നു. അങ്ങനെ വിഷമിച്ചുകൊണ്ടായിരുന്നു ആ സെൻറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളിങ്ങനെ ഒരു തോൽവി എന്നത് കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞായിരുന്നു, ദൈവമേ ആ പേപ്പറൊക്കെ ഒന്ന് കത്തിപ്പോയായിരുന്നെങ്കിൽ എന്ന് വരെ പറഞ്ഞായിരുന്നു, പേടി കാരണം. അങ്ങനെ ലാസ്റ്റ് 8-ാം തീയതി ഞങ്ങൾക്ക് റിസൾട്ട് വന്നു. അത്ഭുതം എന്ന് പറയട്ടെ, ഞങ്ങൾ 3 പേരും നല്ല മാർക്കോട് കൂടിയാണ് പാസ്സായത്. നല്ല സ്കോർ തന്നെ കിട്ടിയത്. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും യേശുവിന്. ഈ ഒരു നിയോഗം സമർപ്പിച്ചൊരു പ്രാർത്ഥനയിലാണ് ഉള്ളതെങ്കിൽ ഇന്ന് 100 കണക്കിന് ആളുകൾ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥന എടുത്തിട്ടുണ്ട്, പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് കൊടുക്കുന്നു. ഒത്തിരി പ്രായമായ അപ്പച്ചന്മാർ അമ്മച്ചിമാരുണ്ട്, യുവതി യുവാക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, വ്യത്യസ്ത പ്രായത്തിലുള്ളവരുണ്ട്. എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് നിമിഷം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എല്ലാവരും ഒന്ന് അധരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു, ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വചനത്താൽ ചേർത്തു വച്ച ഈ നിയോഗങ്ങൾക്കായി സകല വിശുദ്ധരുമേ മാധ്യസ്ഥമേകണമേ. ഇന്ന് നിയോഗം എടുത്തിട്ടുള്ളവരെയും കഴിഞ്ഞ ആഴ്ചകളിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരെയും ആ നിയോഗത്തെയും എല്ലാം ഒന്ന് ഓർത്ത് 33 പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു പ്രാവശ്യം 11 പ്രാവശ്യമാണ്. എൻ്റെ കൂടെ 1-ാമത്തെ നിയോഗത്തെ നിങ്ങൾ മനസ്സിൽ കണ്ട് അത് ഈ പരിശുദ്ധ കുർബാനയിലേക്ക് ജീവിക്കുന്ന ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങിപ്പോൾ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ ഇപ്പോൾ സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങിപ്പോൾ സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. യേശുവേ, അങ്ങന്റെ നിയോഗങ്ങളെ ഇപ്പോൾ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. യേശുവേ, അങ്ങന്റെ നിയോഗങ്ങളെ ഇപ്പോൾ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. യേശുവേ,
അങ്ങന്റെ നിയോഗങ്ങളെ ഇപ്പോൾ സ്വീകരിച്ച് സാധിച്ചു തരണമേ. യേശുവേ എന്റെ നിയോഗങ്ങളെ ഇപ്പോൾ സ്വീകരിച്ച് സാധിച്ചു തരണമേ. യേശുവേ എന്റെ നിയോഗങ്ങളെ ഇപ്പോൾ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. യേശുവേ എന്റെ നിയോഗങ്ങളെ ഇപ്പോൾ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ. പാപിയായിരിക്കാം, വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചൊരു എല്ലാവരും ഒറ്റപ്പെട്ട ഒരാളായിരിക്കാം. നിന്നെ ദൈവം ഈ അവസ്ഥയിൽ തൊടാനാണ് ആഗ്രഹിക്കുന്നത്. നിന്നെ ഈ അവസ്ഥയിൽ ദൈവം തൊടുന്നത് നിന്റെ കുടുംബത്തിൽ നീ ഒരു അനുഗ്രഹമാകാനാണ്. നിന്റെ കുടുംബത്തിൽ നീ ഒരു അനുഗ്രഹമാകും. ആ ഒരു അധികാരി യേശുവിൻ്റെ അടുത്ത് വന്നു എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി യേശു ആ വീട്ടിൽ ചെന്നതാണ് ആ വീടിന്റെ വിടുതലായി മാറിയത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങൾ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങളിലൂടെ വരുന്ന ഈ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കുടുംബത്തിന് വിടുതലായി മാറും. രണ്ട് കരങ്ങളും ഉയർത്തി ഒരുമിച്ച് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇടപെടൽ സംഭവിക്കണമേ. ദൈവത്തിന്റെ ഇടപെടലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ നന്ദി പറയുന്നു, യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.